ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെക്കാം. ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ട് കൊടുക്കുക. അത് പൊട്ടിയതിന് ശേഷം നമുക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി രണ്ട് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞങ്ങളുടെ വീട്ടിലുണ്ടായ പച്ചമുളകാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ അര കഷ്ണം ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ടതിന് ശേഷം ഒരു അര തക്കാളി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളി ഒന്ന് നല്ലോണം വാടി വരുമ്പോൾ നമുക്ക് അര തക്കാളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടിയല്ലോ, അതുകൊണ്ട് ഓയിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ അരമുറി തക്കാളി ഇട്ടിട്ട് വാട്ടിയതിന് ശേഷം നമുക്ക് ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഗ്രീൻ പീസ് ഇട്ടിട്ട് നമുക്ക് ഗ്രീൻ പീസൊക്കെ തെറിച്ച് പോകുന്നുണ്ട്, നിങ്ങൾ കണ്ടോയെന്നറിയില്ല. അപ്പോൾ ഗ്രീൻ പീസ് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 2 ചെറിയ സ്പൂണ് മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമല്ലിയാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. പച്ചമല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ മുളക് പൊടി ഇടാറില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പച്ചമുളകിൻ്റെ എരിവാണ് ഉണ്ടാവുക. പിന്നെ ലാസ്റ്റ് നമുക്ക് കുരുമുളക് വേണമെങ്കിൽ കുരുമുളക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതിന് ശേഷം നമുക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചൊന്ന് വേവിക്കാം. നിങ്ങളൊരു കാര്യം കണ്ടോയെന്നറിയില്ല, എൻ്റെ ജീരകമൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അരമുറി തേങ്ങയാണ് ഒഴിച്ച് കൊടുക്കുന്നത്, അരച്ചിട്ട്. അതിൽ ഞാൻ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം ഞാൻ ആദ്യം കടുകിട്ടതിന് ശേഷം പെരിഞ്ചീരകം ഇട്ടപ്പോൾ അതൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ തേങ്ങയിൽ ഞാൻ പെരിഞ്ചീരകം ഇട്ടിട്ടാണ് അരച്ചത്. തേങ്ങ ഇട്ടിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഗ്രീൻ പീസ് കറി ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ബായ്.